മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള AI ഫോട്ടോ പ്രചരിപ്പിച്ചതിൽ കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെ നാളെയും ചോദ്യം ചെയ്യും. സുബ്രഹ്മണ്യനോട് നാളെ ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തതിൽ സർക്കാരിനെതിരെ പ്രതിഷേധം തുടരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. രതീഷ് വാസുദേവനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് പറഞ്ഞു തരിക. രതീഷ്, ഇന്നലെ ഇപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയക്കുകയും ചെയ്തു. ഇപ്പം മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റി തമ്മിൽ എന്താണ് ഇത്രയും അഗാധമായ ബന്ധം എന്നൊരു ക്യാപ്ഷനോട് കൂടിയാണ് ഇയാൾ ആ ചിത്രമൊക്കെ പ്രചരിപ്പിച്ചത്. പിന്നീട് ആ ചിത്രത്തിന്റെ യഥാർത്ഥ വീഡിയോ പുറത്തു വന്നു. അതിന് പിന്നാലെയാണ് ഇതിൽ ഈ നെല്ലും പതിരുമൊക്കെ തിരിഞ്ഞ് വരികയും ഇയാൾ ആകെ പെട്ടുപോവുകയും ഒക്കെ ചെയ്തത്. എന്താണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്? ശ്രീലക്ഷ്മി, തീർച്ചയായും ഏറെ തെറ്റിദ്ധരിപ്പിക്കാവുന്ന ഒരു ചിത്രം അത്തരത്തിൽ പ്രചരിപ്പിച്ചതിൻ്റെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു കേസും തുടർന്ന് കസ്റ്റഡിയൊക്കെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഈ ചാത്തമംഗലത്തെ വീട്ടിലെത്തിയാണ് പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് UDF പ്രവർത്തകരും ഈ നാടകീയമായ അറസ്റ്റിനെ പ്രതിഷേധിച്ച് വലിയ തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ചേവൂർ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് ആരോഗ്യ പരിശോധനയൊക്കെ കഴിഞ്ഞ് ചേവൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ N സുബ്രഹ്മണ്യനെ മണിക്കൂറുകൾക്ക് ശേഷം മൊഴി രേഖപ്പെടുത്തി പോലീസ് വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം. എന്തായാലും നാളെ അദ്ദേഹത്തോട് വീണ്ടും സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF ഇത് രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം കേവലം സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന ഒരു കേസിൽ എന്തിനാണ് ഇത്തരത്തിൽ നാടകീയമായ അറസ്റ്റ് നടത്തിയത്? ഇത് മറ്റു ചില കാര്യങ്ങൾ മറച്ചുവെക്കാനാണ്. കഴിഞ്ഞ ദിവസത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ UDFിൻ്റെ വിജയത്തിളക്കമുള്ള ദിവസമാണ്. അധികാര സ്ഥാപനങ്ങളിലേക്ക് UDF കൂടുതൽ ശക്തപ്പെടുന്ന ഒരു ദിവസം. അതിനെയൊക്കെ അട്ടിമറിക്കാൻ, അതിൻ്റെ ശോഭ കെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് LDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ ചട്ടകമായി പോലീസ് പ്രവർത്തിക്കുന്നു എന്നാണ് UDF കേന്ദ്രങ്ങൾ ആരോപിച്ചത്. എന്തായാലും ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായി നേരിടാനാണ് UDF ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും നാളെ വീണ്ടും ഇത് സംബന്ധിച്ച വിശദമായ ചോദ്യം ചെയ്യലിന് അദ്ദേഹത്തോട് ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചേവായൂർ പോലീസ്. സേതു. ഓക്കെ രതീഷ്, ശരി. രതീഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.